ഹായ്. അപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ സംസാരിച്ചത് ഓർമ്മയുണ്ടോ? നമ്മുടെ വരവും ചെലവും ഒക്കെ ഒന്ന് എഴുതി വെക്കുന്നതിനെ പറ്റി. നിങ്ങളിൽ എത്ര പേർ അത് തുടങ്ങി? സത്യം പറഞ്ഞാൽ ചിലർക്കെങ്കിലും അതൊരു ഷോക്കായിരിക്കും അല്ലേ? അയ്യോ, ഇത്രയും കാശ് ഇതിനാണോ പോയത് എന്നൊക്കെ തോന്നിയിട്ടുണ്ടാവും. അപ്പോൾ ആ കണക്കുകൾ ഇപ്പോൾ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം. അതായത് നമ്മുടെ പണത്തിന്റെ കൺട്രോൾ ശരിക്കും ഏറ്റെടുക്കുന്ന ആ ഒരു ഘട്ടത്തിലേക്ക്. അതാണ് ബഡ്ജറ്റിംഗ്. ഈ അവസ്ഥ നമുക്കെല്ലാവർക്കും നല്ല പരിചയമുള്ള ഒന്നാണ്. ഒന്നാം തീയതി സാലറി അക്കൗണ്ടിൽ വരുമ്പോഴുള്ള ആ ഒരു ഫീൽ. നമ്മളൊരു രാജാവിനെ പോലെയാണ്. പക്ഷെ ആ രാജപദവിക്ക് അധികം ആയുസില്ല. 10-ാം തീയതി ആവുമ്പോഴേക്കും പകുതി തീർന്നിട്ടുണ്ടാവും. ഒരു 20-ാം തീയതി ആവുമ്പോഴേക്കും പേഴ്സ് കാലിയാകാൻ തുടങ്ങും. എന്നാൽ ഈ അവസ്ഥയൊന്ന് മാറ്റിയാലോ? ആ 1-ാം തീയതിയിലെ രാജകീയ മനോഭാവം മാസം മുഴുവൻ നിലനിർത്താൻ ഒരു വഴിയുണ്ട്. അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഈ ബഡ്ജറ്റിംഗ്? ഇതിനൊരു വ്യത്യാസമുണ്ട്. ചെലവുകൾ എഴുതി വെക്കുന്നത് ഒരു കാറിന്റെ റിയർവ്യൂ മിററിൽ നോക്കുന്നതുപോലെയാണ്, നമ്മൾ എവിടെയായിരുന്നു എന്ന് കാണാൻ. എന്നാൽ ബഡ്ജറ്റിംഗ് അങ്ങനെയല്ല. അത് നമ്മുടെ മുന്നിലിരിക്കുന്ന മാപ്പ് നോക്കി ഇനി എങ്ങോട്ട് പോകണം എന്ന് തീരുമാനിക്കുന്നത് പോലെയാണ്. അതായത് പണം എങ്ങോട്ട് പോയി എന്ന് പിന്നീട് അറിയുന്നതിന് പകരം ഓരോ രൂപയും എങ്ങോട്ട് പോകണം എന്ന് നമ്മൾ മുൻകൂട്ടി തീരുമാനിക്കുന്നു. അതാണ് വ്യത്യാസം. ഈ ബജറ്റ് എന്നൊക്കെ കേട്ട് പേടിക്കൊന്നും വേണ്ട. ഇത് ഗവൺമെന്റ് അവതരിപ്പിക്കുന്ന പോലത്തെ സങ്കീർണമായ കണക്കുകളൊന്നുമല്ല. വളരെ സിമ്പിളാണ്. വരുന്ന മാസം നിങ്ങൾക്ക് ഏകദേശം എത്ര വരുമാനം കിട്ടും, ആ പണം ഉപയോഗിച്ച് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നതിൻ്റെ ഒരു പ്ലാൻ. നിങ്ങളുടെ പണത്തിൻ്റെ ഒരു ഗെയിം പ്ലാൻ. അത്രയുള്ളൂ. ബജറ്റ് ഉണ്ടാക്കുന്നതിന്റെ ആദ്യത്തെ പടി ഇതാണ്. നിങ്ങളെ നേരത്തെ എഴുതിവെച്ച ചെലവുകളില്ലേ, അതിനെ ഇതുപോലെ പലതായിട്ട് തിരിക്കുക. വാടക, യാത്ര, ഭക്ഷണം, ലോൺ, പിന്നെ സിനിമ കാണാനും പുറത്തുപോകാനുമൊക്കെ, സമ്പാദ്യം എന്നിങ്ങനെ. ആദ്യമായിട്ടിങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഞെട്ടിപ്പോകും. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ വരുമാനത്തിന്റെ വലിയൊരു ഭാഗം എങ്ങോട്ടാണ് ഒഴുകിപ്പോകുന്നതെന്ന് ഈ ചാർട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണിച്ചു തരും. ഇതൊരു അയ്യോ നിമിഷം കൂടിയാകാം. ആർക്ക് വേണമെങ്കിലും ഒരു കടലാസെടുത്ത് ഒരു ബജറ്റ് തയ്യാറാക്കാം. പക്ഷേ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നിടത്താണ് ശരിക്കുള്ള വിജയം. സാമ്പത്തികമായി വിജയിച്ച ആളുകൾ പിന്തുടരുന്ന ഒഴിച്ചുകൂടാൻ പറ്റാത്ത ചില അടിസ്ഥാന നിയമങ്ങളുണ്ട്. നമുക്ക് ആ രഹസ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ 5 കാര്യങ്ങൾ മനസ്സിലുറപ്പിക്കണം. 1. ഒരു യാത്ര പോകുന്നതിന് മുൻപ് റൂട്ട് പ്ലാൻ ചെയ്യുന്നതുപോലെ മാസം തുടങ്ങുന്നതിന് മുൻപ് തന്നെ പണത്തിന്റെ പ്ലാൻ റെഡിയായിരിക്കണം. 2. നിങ്ങളുടെ വരുമാനം ഒരു പുതപ്പാണെന്ന് കരുതുക. അതിനുള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന ചെലവുകൾ പ്ലാൻ ചെയ്യുക. പുറത്തേക്ക് കാൽ നീട്ടരുത്. 3. ശമ്പളം കിട്ടുമ്പോൾ തോന്നുന്ന ആ ഒരു ആവേശം ഒന്ന് നിയന്ത്രിക്കുക. ആ പണം 30 ദിവസത്തേക്കുള്ളതാണ്, ആദ്യത്തെ 5 ദിവസത്തേക്കുള്ളതല്ല. 4. അപ്രതീക്ഷിതമായി ചെലവ് വരുമാനത്തേക്കാൾ കൂടുമെന്നുറപ്പാണെങ്കിൽ ആ പണം എവിടെനിന്ന് വരുമെന്ന് മുൻകൂട്ടി കണ്ടെത്തണം. അല്ലാതെ അവസാന നിമിഷം ഓടി നടക്കരുത്. അവസാനത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതും, ബജറ്റ് ശരിയാക്കാൻ വേണ്ടി കടം വാങ്ങരുത്. അതൊരു കുഴിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേറൊരു കുഴി കുഴിക്കുന്നതുപോലെയാണ്. ഒരു ബജറ്റൊക്കെ ഉണ്ടാക്കിയാലും മാസത്തിന്റെ തുടക്കത്തിൽ അക്കൗണ്ടിൽ വലിയൊരു തുക കാണുമ്പോൾ നമ്മുടെ മനസ്സൊന്ന് പതരും. കാണുന്നതെല്ലാം വാങ്ങിക്കൂട്ടാൻ ഒരു തോന്നലുണ്ടാകും. അതാണ് ഏറ്റവും വലിയ കെണി. നിങ്ങളുടെ വരുമാനം എത്രയുണ്ടെന്നതിലല്ല കാര്യം, അത് നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിലാണ്. ആ കെണിയിൽ വീഴാതിരിക്കാൻ എന്ത് ചെയ്യണം? ഈ ഒരു വാചകം ഇതങ്ങ് മനസ്സിലെപ്പോഴും ഓർക്കുന്നത് നല്ലതാണ്. ഒരു തമാശയായിട്ട് തോന്നാമെങ്കിലും ഇതിൽ വലിയൊരു കാര്യമുണ്ട്. അക്കൗണ്ടിൽ പണം കിടക്കുന്നുണ്ടെന്ന് കരുതി അത് നമ്മളെ ഒന്നും ചെയ്യുന്നില്ല, നമ്മളെ ചെലവഴിക്കാൻ നിർബന്ധിക്കുന്നുമില്ല. അത് നിങ്ങളുടെ പണമാണ്, നിങ്ങളുടെ കൺട്രോളിലാണ്. അതിനെ അവിടെ സുരക്ഷിതമായിട്ട് വിശ്രമിക്കാൻ അനുവദിക്കുക. ആവശ്യങ്ങൾ വരുമ്പോൾ നമുക്ക് എടുക്കാമല്ലോ. വെറും 1 രൂപയോ? ഇതാണോ ഇപ്പോൾ വലിയ കാര്യം എന്ന് ചിന്തിക്കരുത്. സംഗതി അതല്ല. നിങ്ങൾ ഉറങ്ങുമ്പോൾ പോലും നിങ്ങളുടെ പണം നിങ്ങൾക്കായി ജോലി ചെയ്യുന്നു എന്നതിൻ്റെ ഒരു ചെറിയ തെളിവാണിത്. ഓരോ രൂപയ്ക്കും മൂല്യമുണ്ട്. അതിന് വളരാനും കഴിയും. നമ്മളാണതിന് അവസരം കൊടുക്കാത്തത്. ആ അവസരം വെറുതെ പാഴാക്കണോ? ചില ആൾക്കാരുണ്ട്, കയ്യിൽ കാശ് കിട്ടിയാൽ പിന്നെ കയ്യിനൊരു തരിപ്പാണ്. എന്തെങ്കിലും ഒന്ന് വാങ്ങിയില്ലെങ്കിൽ ഒരു സമാധാനവും ഉണ്ടാകില്ല. അങ്ങനെയുള്ളവർക്ക് ഭാവിയിലെ ആവശ്യങ്ങൾക്കുള്ള പണം സ്വന്തം കണ്ണിൽ നിന്ന് തന്നെ ഒന്ന് ഒളിപ്പിച്ചു വെക്കാൻ ഒരു സൂത്രപ്പണിയുണ്ട്. ഇത് വളരെ സിമ്പിളും എഫക്റ്റീവുമാണ്. നോക്കൂ, നിങ്ങൾക്ക് 25-ാം തീയതി ഒരു 10,000 രൂപയുടെ ലോൺ അടയ്ക്കാനുണ്ടെന്ന് വെക്കുക. ശമ്പളം കിട്ടിയ 1-ാം തീയതി തന്നെ നിങ്ങളുടെ ബാങ്കിംഗ് ആപ്പ് തുറന്ന് ആ 10,000 രൂപയ്ക്ക് 24 ദിവസത്തേക്ക് ഒരു ഓൺലൈൻ FD തുടങ്ങുക. അപ്പം എന്ത് സംഭവിച്ചു? ആ പണം നിങ്ങളുടെ സേവിങ്സ് അക്കൗണ്ടിൽ നിന്ന് മാറി. അതുകൊണ്ട് തന്നെ അനാവശ്യമായി ചെലവഴിക്കാനുള്ളൊരു പ്രലോഭനം കുറഞ്ഞു. 24-ാം തീയതി ആ പണം ചെറിയൊരു പലിശയും ചേർത്ത് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തിരികെ വരും. ലോൺ അടയ്ക്കാനും റെഡി. പണം സുരക്ഷിതമായി, ചെറിയൊരു വരുമാനവും കിട്ടി. ഒരു വെടിക്ക് 2 പക്ഷി. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. ഒരു കിടിലൻ ബഡ്ജറ്റ് തയ്യാറാക്കിയതുകൊണ്ട് മാത്രം കാര്യമായില്ല. അതൊരു തുടക്കം മാത്രമാണ്. സാമ്പത്തിക അച്ചടക്കത്തിലേക്കുള്ള യാത്രയിൽ
ആളുകൾ ഏറ്റവും കൂടുതൽ പരാജയപ്പെടുന്നതും ഇവിടെയാണ്. ഉണ്ടാക്കിയ പ്ലാനിൽ ഉറച്ചു നിൽക്കുക എന്ന കാര്യത്തിൽ. ഈ ഒരു കാര്യം മനസ്സിലെഴുതി വെച്ചോളൂ. നിങ്ങളുടെ ബജറ്റ് വെറും ഒരു കടലാസിലെ കണക്കുകളല്ല. അത് നിങ്ങളുടെ ഭാവിക്ക് വേണ്ടി, നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി നിങ്ങളോട് തന്നെ ചെയ്യുന്നൊരു വാഗ്ദാനമാണ്. കുറഞ്ഞ ടെൻഷനുള്ള, കൂടുതൽ സ്വാതന്ത്ര്യമുള്ള ഒരു ജീവിതത്തിലേക്കുള്ള വാഗ്ദാനം. ഓരോ തവണ ബജറ്റ് പാലിക്കുമ്പോഴും നിങ്ങൾ ആ വാഗ്ദാനം നിറവേറ്റുകയാണ്. ഭാഗ്യവശാൽ ഈ വാഗ്ദാനം പാലിക്കാൻ സഹായിക്കാൻ ഇന്ന് നമ്മുടെ കയ്യിൽ തന്നെ ഒരു പേഴ്സണൽ അസിസ്റ്റന്റ് ഉണ്ട്. നമ്മുടെ മൊബൈൽ ആപ്പുകൾ. ഓരോ തവണ പണം ചെലവഴിക്കുമ്പോഴും അത് രേഖപ്പെടുത്താം. ഭക്ഷണത്തിന് ഈ മാസം നീക്കിവെച്ച പണം തീരാറായിക്കട്ടോ എന്ന് അവ നമ്മളെ ഓർമ്മിപ്പിക്കും. നിങ്ങളുടെ പണത്തിന്റെ ഒരു ഡാഷ്ബോർഡ് പോലെ ഇത് പ്രവർത്തിക്കും. കാര്യങ്ങൾ കയ്യിലൊതുക്കാൻ ഇത് ഒരുപാട് സഹായിക്കും. അപ്പോ കാര്യങ്ങൾ വ്യക്തമാണെന്ന് കരുതുന്നു. വഴി നിങ്ങളുടെ മുന്നിലുണ്ട്. വേണ്ട ടൂൾസും നമ്മുടെ കയ്യിലുണ്ട്. ഇനി തീരുമാനമെടുക്കേണ്ടത് നിങ്ങളാണ്. മറ്റൊരാരെയോ സാഹചര്യങ്ങളെയോ കുറ്റം പറയാതെ നിങ്ങളുടെ ഭാവിയുടെ പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ ഇന്ന് തന്നെ നിങ്ങളുടെ ആദ്യത്തെ ബഡ്ജറ്റ് തയ്യാറാക്കി തുടങ്ങിക്കോളൂ.